നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എക്സ്പേർട്ട് അഡ്വൈസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഓൺട്രപ്രണേഴ്സിന്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക്, ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഒക്കെ അവരുടെ ആശങ്കകളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കുന്ന തരത്തിൽ ഉള്ള ഒരു വിദഗ്ധ അഭിപ്രായമാണ് ഈ എക്സ്പേർട്ട് അഡ്വൈസിലൂടെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ കൂടെ എക്സ്പേർട്ട് അഡ്വൈസ് നൽകാൻ എത്തിയിരിക്കുന്നത് CA തങ്കച്ചൻ M. ജോയിയാണ്. സ്വാഗതം സർ. താങ്ക് യു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഇപ്പോൾ ബിസിനസ് ആണെങ്കിലും ഒരു കമ്പനി ആണെങ്കിലും ഒക്കെ അല്ലേ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻ്റ് എന്ന് പറയുന്നത്, ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അല്ലേ, എംപ്ലോയീസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കുള്ളൊരു സംശയമാണ് എങ്ങനെയാണ് ഈ എംപ്ലോയ്മെൻറ്റ് സെലക്ഷൻ എന്നുള്ളത്. കാരണം ഈ എംപ്ലോയ്മെൻറ്റ് സെലക്ഷൻ ഏറ്റവും പെർഫെക്റ്റ് ആയാലാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കമ്പനിയുടെ ഗ്രോത്ത് ഇരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് സാറിൻ്റെ ഒരു നിരീക്ഷണം? റൈറ്റ്. അപ്പം ശരിയായ എംപ്ലോയീസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതിനുള്ള മാർഗ്ഗരേഖകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യമായിട്ട് വേണ്ടിയത് 3 സ്റ്റെപ്പായിട്ട് നമുക്കിതിനെ തിരിക്കാം. ഒന്ന്, ഇൻ്റർവ്യൂവിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞ ആളെ എടുത്തിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെയായിരിക്കും നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് മുന്നോട്ട് പോകുമ്പോൾ നല്ലതായിട്ട് തോന്നുന്നത്, ഒരു സ്റ്റെപ്പായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നിയമത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ഇൻ്റർവ്യൂവിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് ജോലിയുടെ സ്ഥാനം എവിടെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചുമതലകൾ, നമ്മുടെ KPIs, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കണം. ഉദാഹരണം, ഒരു സെയിൽസ് മാനേജർ സ്ഥാനത്തിന് വേണ്ടിയിട്ട് വരുമ്പം അദ്ദേഹത്തിൻ്റെ JD എന്ന് പറയുന്നത് ടീമിനെ നിയന്ത്രിക്കുക, ക്ലയൻറ്റ് മീറ്റിങ്ങിൽ കണ്ടക്ട് ചെയ്യുക, റിപ്പോർട്ടുകൾ തയ്യാറാക്കുക മുതലായവയായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ആദ്യം ഉണ്ടായിരിക്കണം. പിന്നെ നോക്കേണ്ടത് ആവശ്യമായിട്ടുള്ള കഴിവുകൾ, യോഗ്യതകൾ എന്തൊക്കെയാണ്, വ്യക്തിത്വ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക. അപ്പോൾ ഉദാഹരണം, ഒരു കസ്റ്റമർ സർവീസ് ജോലിക്ക് നമുക്ക് വേണ്ടിയത് മാസ്റ്റർ ഡിഗ്രിയേക്കാൾ വേണ്ടിയത് ഒരു സഹാനുഭൂതി, ക്ഷമ, ആശയവിനിമയം എന്നിവയിലുള്ള പ്രാവീണ്യമാണ്. അപ്പോൾ അവിടെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് ആദ്യം ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ ഈ കമ്പനിക്ക് ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞില്ല, ജോബ് ഡിസ്ക്രിപ്ഷൻ ആദ്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു പരസ്യം ഇട്ടിട്ട് കാര്യമില്ല. അപ്പം ഉദാഹരണത്തിന് ഒരു അക്കൗണ്ടൻറ്റ് വേണമെങ്കിൽ അപ്പോൾ ERP അറിയുന്ന, എക്സൽ പരിചയമുള്ള, VAT റിട്ടേൺ തയ്യാറാക്കാൻ കഴിയുന്ന ഒരാളെ വേണമെന്നുള്ള ഒരു പരസ്യം ഇടുമ്പോഴായിരിക്കും പ്രോപ്പറായിട്ടുള്ള ഒരാളെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ജനറലായിട്ടുള്ള പരസ്യങ്ങൾ ഒഴിവാക്കണം, വേക്കൻസി ഉണ്ടെന്നുള്ള പരസ്യം. അപ്പോൾ ആ വ്യക്തിക്ക് ആ പൊസിഷൻ അനുസരിച്ചുള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു പരസ്യം ഇടണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് CV കിട്ടാൻ ചാൻസ് ഉള്ള മൾട്ടിപ്പിൾ ജോബ് പോർട്ടൽസ് ഉണ്ട്. ഇപ്പോൾ LinkedIn ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൻ്റെ ഈവൻറ്റ്സുകൾ നടക്കുമ്പോഴുള്ളതുണ്ട്, അല്ലെങ്കിൽ ജീവനക്കാരുടെ തന്നെ റെഫറൽസ് നമുക്ക് പലപ്പോഴും കിട്ടാറുണ്ട്. ഇത് നമ്മൾ പല മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. കാരണം ഒരു മാർഗ്ഗത്തിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം നടന്നിരിക്കില്ല. കാരണം സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും പല പ്ലാറ്റ്ഫോമിൽ മാത്രം ഉള്ളവരായിരിക്കില്ല, ചില പ്ലാറ്റ്ഫോം LinkedIn മാത്രമുള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് അവരെയൊക്കെ എല്ലാവരെയും കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മൾ പല പ്ലാറ്റ്ഫോമിൽ നമ്മളവരെ സെർച്ച് ചെയ്യേണ്ടിയിരിക്കും. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, അനുഭവങ്ങളുടെ വർഷങ്ങളല്ല നമ്മൾ അളക്കുന്നത്, നമ്മൾ നേട്ടങ്ങളാണ് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ഉദാഹരണം, ഇപ്പോൾ 6 മാസം കൊണ്ട് ഞാൻ 50% ജോലി, 50% സെയിൽസ് കൂട്ടി എന്നുള്ള ഒരു CV ഉണ്ടെങ്കിൽ അതാണോ വേണ്ടത്, അതെയോ ഞാൻ 5 വർഷമായിട്ട് സെയിൽസ് ചെയ്യുന്നു എന്നുള്ള ഒരാളുടെ CV ആണോ നിങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഏതായിരിക്കും കൺസിഡർ ചെയ്യേണ്ടത്? നമുക്കിവിടെ വേണ്ടത് പെർഫോമൻസാണ്. അപ്പം റെസ്യൂമിൽ തന്നിരിക്കുന്ന വിവരങ്ങൾ അഭിമുഖത്തിന് മുമ്പ് നമ്മൾ പരിശോധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അപ്പോൾ റെസ്യൂമിൽ അവർ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ CV തന്നിട്ടുണ്ട് അവർ ഇവിടെ ഇത്ര ഈ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ. അപ്പോൾ അതിനു മുമ്പായിട്ട് അവിടെ വിളിച്ച് ചോദിക്കുകയോ, അല്ലെങ്കിൽ LinkedIn പോലെയുള്ള പ്രൊഫൈലിൽ അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുമ്പം നമുക്ക് അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള, ആ കാൻഡിഡേറ്റെക്കുറിച്ചുള്ള നല്ലൊരു ഒരു അഭിപ്രായം, അല്ലെങ്കിൽ നല്ലൊരു ഇൻഡിക്കേഷൻ നമുക്ക് നേരത്തെ തന്നെ കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങൾ ഉറപ്പാക്കുക എന്നുള്ള. വിവിധ പശ്ചാത്തലങ്ങളിലുള്ള ഒരു ടീമായിരിക്കണം നമുക്ക് വേണ്ടിയിരിക്കുന്നത്. വ്യത്യസ്തമായ ചിന്തകളും പരിഹാരങ്ങളും ഇതൊക്കെ ടീമിന് നമ്മൾ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. നിയമന നടപടിക്ക് മതിയായിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അതായത് പെട്ടെന്ന് ഒരാളെ വേഗത്തിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായെന്ന് വരും. അപ്പം വേഗത്തിലെടുക്കുന്നതിന് പകരം, വേഗത്തിലെടുക്കാനുള്ള കാരണം എന്താണ്, നമുക്ക് പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് ഇല്ലാത്ത കാരണമായിരിക്കാം.
അപ്പോൾ വേഗത്തിലെടുക്കുന്നതിന് മുമ്പ് എടുക്കുന്നത് കൊള്ളാം, പക്ഷേ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. പെട്ടെന്നൊരു CV കണ്ടിട്ട് നമ്മൾ എടുക്കുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ നഷ്ടം ഉണ്ടായേക്കാം. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരേ മാനദണ്ഡം വെച്ച് നമ്മൾ ഇൻ്റർവ്യൂ നടത്തരുത്. കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ രീതിയിലുള്ള മാനദണ്ഡമായിരിക്കും. ഉദാഹരണത്തിന് അക്കൗണ്ടൻറ്റിന് ഒരു കൃത്യനിഷ്ഠതയും കംപ്ലയിൻസ് അറിവും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒരാളായിരിക്കണം. പക്ഷേ എന്നാൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചാലും ഒരു ആശയവിനിമയം നടത്താൻ പറ്റിയ ഒരാളായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഉണ്ടായിരിക്കണം. അതിനനുസരിച്ചുള്ള ജോബിൻ്റെ പരിഗണനകളും JD കാര്യങ്ങളൊക്കെ ആയിരിക്കണം നമ്മൾ അതിൽ അധികം ഉണ്ടാക്കേണ്ടത്. അപ്പം നമ്മളിപ്പോൾ പറയുന്നത് ഇൻ്റർവ്യൂവിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇൻ്റർവ്യൂവിന് മുമ്പ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂ ഇപ്പോഴും അടിയന്തരമായിട്ട് ഒരാളെ നിയമിക്കുന്നൊരു പരിപാടി, അത് ചെയ്തു കഴിഞ്ഞാൽ തെറ്റായ ആളെ നിയമിക്കാൻ കൂടുതൽ കാരണം ഉണ്ടാക്കും. ഇപ്പം പെട്ടെന്നൊരു സെയിൽസ് മാനേജറെ നമ്മൾ എടുത്തു. ഇപ്പം ഒരുപക്ഷെ അങ്ങനെ എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ പൊസിഷൻ ആൾ ചിലപ്പം നമുക്ക് ഉദ്ദേശിച്ചത്ര ഫലം കിട്ടിത്തിരിക്കില്ല. മാത്രമല്ല ചിലപ്പം നല്ല കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ നല്ല ടീം മെമ്പേഴ്സ് ചിലപ്പം പോയെന്ന് വരാം. അപ്പം നല്ല സെറ്റാകാതെ വരുന്നൊരു ഇഷ്യൂ അവിടെ ഉണ്ടായി എന്ന് വരാം. ഇപ്പോൾ ഒരു ആളെ എടുത്തു, ആ ഒരു ജോലിക്ക് പറ്റാത്ത ഒരാളാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ 5 ക്ലയൻറ്റ് നഷ്ടപ്പെടുന്നിരിക്കാം. കാരണം ആ എടുത്തതിനേക്കാൾ കൂടുതൽ നഷ്ടം വരാനുള്ള ചാൻസ് ചിലപ്പം കണ്ട. അപ്പം നോക്കി കണ്ടും വേണം എടുക്കാൻ, അതിന് സമയമെടുക്കും. ആ സമയം നമ്മുടെ കയ്യിൽ വേണം. ഒരു ചൊല്ല് തന്നെയുണ്ട്, ഹയറിങ് ഇൻ എ ഹറി വിൽ കോസ്റ്റ് യു മോർ ലേറ്റർ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വേറെ ചെയ്യാത്ത മറ്റൊരു കാര്യം, വ്യക്തികളുടെ ശുപാർശ അനുസരിച്ച് മാത്രം നിയമിക്കരുത്. ഇപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു, ഓക്കെ ഇയാൾക്കൊരു ജോലി വേണം, അപ്പോൾ അതൊരു ഓക്കെ ആളെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിക്കാനുള്ള റീസൺ ആവാം, പക്ഷേ അപ്പോയിൻ്റ് ചെയ്യാനുള്ള റീസൺ ആവരുത്. ചിലപ്പം ബന്ധുക്കളോ പരിചയക്കാരോ ഉള്ള ആളെന്നുള്ള മാത്രം കാരണം നമ്മൾക്ക് നിയമനം നടത്തുന്നതും അഭികാമ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. അവർ ഇൻ്റർവ്യൂവിന് വിളിക്കാം, പക്ഷേ ജോലിക്ക് പറ്റിയ ഒരാളെയും മാത്രമേ എടുക്കാവുള്ളൂ. ഇപ്പോൾ ചില ജാതി, മതം, ലിംഗം, കുടുംബ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ബേസ് കൊണ്ട് മാത്രം തീരുമാനം എടുക്കുന്നതും നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, അവിടെ ഒരു ഇൻ്റർവ്യൂ വന്നു, പറഞ്ഞു സാറേ ഞാൻ വീടുണ്ടാക്കി, എനിക്ക് 1 കോടിയുടെ കടമുണ്ട്, എനിക്ക് ജോലി അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ജോലി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അയാളുടെ അത്യാവശ്യമല്ല നമ്മുടെ അത്യാവശ്യം. അപ്പോൾ നമ്മൾ ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അല്ല, ഇപ്പം ഞാനത് സാറ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കാര്യം എനിക്ക് തോന്നുന്നു, ഇപ്പം സാറ് കുറേ വർഷങ്ങളായിട്ട് UAE-ലുള്ള ആളാണ്. ഇപ്പം ഒരുപാട് ആളുകൾ, എനിക്കൊന്ന് ഏകദേശം 10,000-2000-ഓളം ആളുകളെ ഇൻ്റർവ്യൂ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ കമ്പനിക്ക് അടിയന്തരമായ ആളെ എടുക്കേണ്ട ഒരു സാഹചര്യം വരും, അപ്പം നമുക്ക് ഹയർ ചെയ്തേ പറ്റുള്ളൂ, അല്ലേ? നമുക്കത് മാറ്റി വയ്ക്കാൻ പറ്റില്ല. പ്രോസസ്സിൽ കൂടെ നമ്മൾ പോകണം. അതാണ് ഇതെങ്ങനെയാണ് ഇപ്പോൾ സാറിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് സാറിന് എങ്ങനെയാണ് സാറിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഒരു കേപ്പബിലിറ്റി സാറിന് എങ്ങനെയാണ് റീഡ് ചെയ്യാൻ പറ്റുക? ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇൻ്റർവ്യൂവിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച്. ഇനി ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം നോക്കാം. അത് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ഥിരമായി ഒരു 10 കാൻഡിഡേറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. 10 ഒരേ പൊസിഷനുള്ള 10 കാൻഡിഡേറ്റ്. ഇപ്പോൾ എല്ലാവരോടും ഒരേ ചോദ്യങ്ങൾ തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ ആ ചോദ്യങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ ആദ്യം ഉണ്ടായിരിക്കണം. അല്ല പെട്ടെന്ന് പോയി ചോദ്യം ഉണ്ടാക്കി വരരുത്. കാരണം അവരുടെ കാലിബർ അളക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അവരുടെ പഴയ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റും. ഉദാഹരണത്തിന് പ്രയാസകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അവരെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും അവരെങ്ങനെ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പ്രശ്നപരിഹാരത്തിൻ്റെ കഴിവ് ഉള്ള ആൾക്കാരാണോ എന്ന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ അവരുടെ ചോദ്യങ്ങളിൽ കൂടെ. അതിനുള്ള പറ്റിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പോൾ അവരുടെ CV-യിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ 50% ഇൻക്രീസ് അവരുടെ സെയിൽസിൽ കൊണ്ടുവന്നു. അപ്പോൾ അവരോട് ചോദിക്കാം, നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവന്നത്? അപ്പം അവർ ശരിക്കും ചെയ്തതാണോ, അവരുടെ ആക്ഷൻ ശരിയാണോ, അതെയോ ബൈ ചാൻസ് കിട്ടിയതാണോ എന്നൊക്കെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി പ്രായോഗികമായിട്ടുള്ള പരീക്ഷകൾ നമുക്ക് നൽകാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അക്കൗണ്ടിനോട് നമുക്ക് ചോദിക്കാം, നിങ്ങളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പം അത് ശരിക്കും ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട്, സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറയാൻ പറ്റും. അപ്പം ഒരു അക്കൗണ്ടിനാണെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പതിയെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അവരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് നമുക്ക് അളക്കാൻ പറ്റും. ഇത് നമുക്ക് നല്ലൊരു കാര്യമാണ്, ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്.
ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഓഫീസിലൊരു സംഭവം ഉണ്ടായി. അയാളുടെ സി വിയിൽ അഡ്വാൻസ്ഡ് എക്സൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അറിയാമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം പിവറ്റ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലിലെ ഒരു ഫംഗ്ഷനാണ്. നമ്മൾ ഡാറ്റ ഒക്കെ എടുത്ത് അതിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു മീനിങ് ഫുൾ റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ പിവറ്റ് ടേബിൾ എന്നുള്ളത്. അപ്പോൾ ആ കണ്ണോട് നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഒരു ഇത് കൊടുത്ത് എക്സൽ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ പിവറ്റ് ടേബിൾ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സാറേ ഞാൻ ആശ്ചര്യമൊന്നുമില്ല, എനിക്ക് ടേബിളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. ഞാനോർത്ത് ആദ്യം അയാൾ തമാശ പറയാം, ശരിക്കും അയാൾ ശരിക്കും അറിയത്തില്ലായിട്ട് തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് സി വിയിൽ എഴുതിയിരിക്കുന്ന കാര്യം നോക്കിയിട്ട് പറഞ്ഞു കഴിയുമ്പം അതേവിടെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം വരും. നമ്മൾ ബേസിക്കലി ഒരു ഓഡിറ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും കണ്ടേ വിശ്വസിക്കുള്ളൂ. ഒരു സി വിയിൽ എഴുതിയിരിക്കുന്ന കാര്യം നമ്മൾ വിശ്വസിക്കില്ല. അപ്പം അങ്ങനത്തെ ഒരു ദൂഷ്യവശങ്ങൾ ഓഡിറ്ററിനുണ്ട്. അത് സി വിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ജെന്യൂൻ ആവണം, അല്ലെങ്കിൽ അതിൽ മുഴുവൻ എക്സ്പേർട്ട് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പൊ അതിൽ നമ്മളൊരു പ്രാക്ടിക്കൽ ഒരു സെഷനിൽ കൂടെ തന്നെ പോകണം. ഞാൻ 2000 ഇന്റർവ്യൂ 10 വർഷം ചെയ്തിട്ടുണ്ട്. അതിൽ പകുതി ആൾക്കാരുടെ സി വി അവർ തന്നെ ശരിക്കും വായിച്ചിട്ടില്ല. ആരൊക്കെ ഉണ്ടാക്കി കൊടുത്ത സാധനമാണ്. പക്ഷെ പാവ എംപ്ലോയർ അത് നോക്കിയിട്ട് അവർ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിലാവും. അത് ഈ പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? തീർച്ചയായിട്ടും ആ ഏത് ജോലിക്കാണ് എടുക്കണ്ടേ ആ ജോലിക്കുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അത് പ്രശ്നമാവും. പിന്നെ ആശയവിനിമയ കഴിവുണ്ടാകണം, ആത്മവിശ്വാസമുള്ള ആൾക്കാരാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പീറ്റർ പ്രിൻസിപ്പിൾ എന്നുള്ളൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ഒരു എപ്പിസോഡ് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഇപ്പം ഒരു സ്കൂളിൽ നല്ലതായിട്ട് പഠിപ്പിക്കുന്നൊരു അധ്യാപികയുണ്ട്. അപ്പം മാനേജ്മെൻറ്റ് വിചാരിച്ചു ഇവരെ പ്രിൻസിപ്പളാക്കാമെന്ന്. അപ്പോൾ പ്രിൻസിപ്പളാക്കാൻ പറ്റിയ ആളാണോ എന്നുള്ളതാണ് അവിടെ പ്രശ്നം. ഈ പീറ്റർ പ്രിൻസിപ്പിൾ പറയുന്ന ഒരു വ്യക്തി ഈ അവൻ്റെ കഴിവില്ലാത്ത പദവിയിലേക്ക് ഉയർത്തുമ്പോൾ അവൻ പരാജയപ്പെടും എന്നാണ് പറയുന്നത്. അതായത് ഈ നല്ല ടീച്ചറെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രിൻസിപ്പളാക്കി. ഇപ്പം പ്രിൻസിപ്പളാക്കിയപ്പം ടീച്ചിങ് ജോലി അല്ല അവിടെ കൂടുതലുള്ളത്. പിന്നെ അവിടെ ചെയ്യേണ്ടത് മറ്റേ ഗവൺമെൻറ്റുമായിട്ടുള്ള ഇടപെടൽ, പേരൻസുമായിട്ടുള്ള ഇടപെടൽ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ജോലി. അതിലൊന്നും ചിലപ്പോൾ ആ ടീച്ചർ നല്ലതായിരിക്കില്ലായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ ക്വാളിറ്റി എന്താണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എക്സിസ്റ്റിംഗ് സ്റ്റാഫാണേലും അവരെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിലും. അപ്പോൾ ഇതും നമ്മൾ ഇൻ്റർവ്യൂവിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ചില ആൾക്കാർ ഉണ്ട്, നമ്മൾ റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നത് ഇൻ്റർവ്യൂവിന് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കും. അവിടുത്തെ HR-ൻ്റെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും, അവിടുത്തെ സെക്യൂരിറ്റിയോട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നു. ഇപ്പോൾ ഇൻ്റർവ്യൂ ചിലപ്പം സ്റ്റാഫിൻ്റെ അടുത്ത് അല്ലെങ്കിൽ റിസപ്ഷൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരാളായിരിക്കും. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഭയങ്കര ഹമ്പിളായിരിക്കും. അപ്പോൾ അവരെ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ വാച്ച് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരാളെ എടുക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഇത് കിട്ടണം നമുക്ക്. കാരണം ഇതൊരു ലോങ് ടൈം റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതിന് നമ്മൾ പെട്ടെന്ന് കണ്ടിട്ടൊരു CV കണ്ടിട്ട് നമ്മൾ കല്യാണം കഴിക്കരുത്. അതെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ചില കമ്പനികളിലുണ്ട് മുതലാളി മാത്രം അല്ലെങ്കിൽ ഓണർ മാത്രം എടുത്ത് ഇൻ്റർവ്യൂ നടത്തുന്നൊരു പരിപാടിയുണ്ട്. അങ്ങനത്തെ ഒരു പരിപാടി ഒരിക്കലും നല്ലതല്ല. അപ്പോൾ അതിന് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് HR-ൻ്റെ ആളെയും വേണം, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എടുക്കുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളെ കൊണ്ടും കൂടെ ആ ഇൻ്റർവ്യൂവിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എങ്കിൽ മാത്രമേ ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് കറക്റ്റായിട്ട് വരുള്ളൂ. എല്ലാ തരത്തിലുള്ള കറക്റ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ബേക്കറിയിൽ 2 ആപ്ലിക്കേഷൻസ് വന്നു. അതിൽ നല്ലതായിട്ട് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, പക്ഷേ ഇച്ചിരി അരകണ്ടാണ് അയാൾ. പക്ഷെ വേറൊരു CV ഉള്ളത് അവൻ തുടക്കക്കാരനാണ്, പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ്, ഒരു 6 മാസം എക്സ്പീരിയൻസും ഉള്ളൂ. അപ്പോൾ എൻ്റെ ഓണർ ചെയ്തത് ആ തുടക്കക്കാരനെ എടുത്തു. കാരണം ഈ അരഗൻസ് ഉള്ള ആളുടെ അരഗൻസ് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ പഠിക്കാൻ ആഗ്രഹമുള്ളവരെ പഠിപ്പിക്കാൻ എളുപ്പമായിരിക്കും. അപ്പം 3 മാസം കൊണ്ട് ഈ ന്യൂ കമ്മർ എക്സ്പേർട്ടായി മാറി. അപ്പോൾ അവിടെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഇതുപോലെയുള്ള ഈ പ്രോസസ്സുകൾ സഹായിക്കും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ചെറിയ കോമൺ സെൻസ് അത് സഹായിക്കും. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇതിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നതും, അല്ലെങ്കിൽ നമ്മുടെ ഓണേഴ്സിനോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പിന്നെ വർക്ക് എത്തിക്സ്, അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി, ഹോണസ്റ്റി, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങൾ ചോദിക്കാം. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യേണ്ട ഏരിയാസിലാണെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്ന ആളാണോ, അല്ലെങ്കിൽ കംപ്ലയിൻസ് ചെയ്യുന്ന ആളാണോ, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, എബിലിറ്റി ടു വർക്ക് ഹാർഡ് അല്ലെങ്കിൽ ടീമായിട്ട് മിക്സ് ചെയ്ത് പോകുന്ന ആൾക്കാരാണോ, എഫിഷ്യൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണോ, ഒരു കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് അവനെങ്ങനെ കൈകാര്യം ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യമനുസരിച്ച്
ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉള്ള ആൾക്കാരാണോ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി അവനുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് വേണം ഇൻ്റർവ്യൂ നടത്താനും സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനും വേണ്ടിയിട്ട്. അല്ലാതെ പരിചയക്കാർ പറഞ്ഞോ അല്ലെങ്കിൽ അവന് വീട് വെക്കണോ, അതൊന്നും ഒരു ക്രൈറ്റീരിയ അല്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂവിന് ചെയ്യേണ്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങൾ. പെട്ടെന്ന് തീരുമാനം എടുക്കരുത്. അതായത് പ്രസക്തമല്ലാത്ത ചോദ്യങ്ങൾ, അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ വിവേചനപരമായിട്ടുള്ള ചോദ്യങ്ങളോ ഒന്നും ചോദിക്കരുത്. പിന്നെ വ്യക്തിപരമായ ഇഷ്ടം കൊണ്ട് മാത്രം ഒരു നിയമനം നടത്തരുത്. ചില ആൾക്കാരുണ്ട്, ഇൻ്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല, നിങ്ങൾ സംസാരിക്കുന്നില്ല. അപ്പോൾ അവിടെ ആ ഇൻ്റർവ്യൂവിന് വന്ന ആ വ്യക്തിയെക്കൊണ്ട് സംസാരിക്കാനും അവൻ്റെ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു അവസരം അവന് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു വൺ വേ ഇൻ്റർവ്യൂ ആയി മാറും. അപ്പോൾ ആ ഇൻ്റർവ്യൂ ചെയ്ത ആൾക്ക് ആ ഇൻ്റർവ്യൂവിൻ്റെ സുഖം കിട്ടുള്ളൂ, പക്ഷേ അതിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് പല ഇൻ്റർവ്യൂവിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണത്. പിന്നെ മികച്ച റെസ്യൂം കണ്ടെന്ന് കരുതി മാത്രം നിയമിക്കരുത്. അത് അങ്ങനെ നിയമിച്ചു കഴിഞ്ഞാൽ ആ സമീപനം അല്ലെങ്കിൽ ആ ടീമിനെ തന്നെ അത് ബാധിക്കും. ഇപ്പോൾ അഹങ്കാരം അല്ലെങ്കിൽ അസത്യം പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പഠിക്കാൻ വിസമ്മതം ഉള്ള ആൾക്കാർ, അതൊക്കെ നമുക്ക് ഇൻ്റർവ്യൂ മനസ്സിലാവും. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്കറിയണം. പിന്നെ കാൻഡിഡേറ്റിനെ നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം ഈ ജോലി ചെയ്യുന്ന ഇയാൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ്, അങ്ങനെ ചെയ്യരുതിരിക്കും. അതിന് പകരം ചെയ്യേണ്ടത് ഈ ജോലിക്ക് അയാൾ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ആ ജോലിയും അയാളുടെ പൊസിഷനും അയാളുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്, അല്ല മറ്റൊരു എംപ്ലോയി ആയിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത്. ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അതെ ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആറ്റിറ്റ്യൂഡ്, അതിൻ്റെ കോമൺ സെൻസോ കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അല്ലെ മറ്റേ വ്യക്തി ഇങ്ങനെയാണ് അതുകൊണ്ട് ഇങ്ങനെയാണ്, അങ്ങനെ ഒരു കമ്പാരിസൺ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ അടുത്തത് നിയമത്തിന് ശേഷം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതിന് മുമ്പായി ചോദിക്കാനുണ്ടായിരുന്ന കാര്യങ്ങളുണ്ട്. അല്ല, വളരെ വിശദമായിട്ട് തന്നെയാണ് സാർ പറഞ്ഞു പോകുന്നത്. കാര്യം ഇപ്പം നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഒരു നമ്മളെല്ലാവരും അങ്ങനെയാണ്, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു റെസ്യൂമെ റെഡിയാക്കുന്നു, നമ്മൾ പോകുന്നു എന്നുള്ളതാണല്ലോ. അതിനപ്പുറത്തേക്ക് നമ്മളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഇൻ്റർവ്യൂ പാനലിലുള്ള ആളുകൾ നമ്മളുടെ ഈ റെസ്യൂമെ ഈ ഒരു പേപ്പറിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, നമ്മളെ ഇത്തരത്തിൽ അവരൊരു ക്രോസ് എക്സാമിൻ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ നമ്മളെ അപ്പോയിന്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് വളരെ വിലപ്പെട്ട കാര്യങ്ങളാണല്ലോ. ഞാൻ പറയുന്നത് ഹയർ ചെയ്യുന്ന ആളുകൾക്കും ഇനി ഇന്റർവ്യൂവിന് പോകാനിരിക്കുന്ന ആളുകൾക്കും ഇതൊരു ലെസണാണ്. നമ്മൾ ചെയ്യുന്നത് ഇന്റർവ്യൂവിന് വരുന്ന ആളെ അവർ വരുമ്പം മുതലേ ഓരോ മൂവ്മെന്റ്സ് അവർ വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം അതെ, ആ ഒരു സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അവരെ അളക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവരെ അളക്കുക എന്നുള്ള വാക്ക് ശരിയാണെന്ന് അറിയത്തില്ല, അവരെ നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഇന്റർവ്യൂവിന് നല്ല ഉത്തരം പറയുന്ന ആളല്ല ശരിക്കും ഒരു നല്ല ഉദ്യോഗാർത്ഥി. നല്ല ചോദ്യങ്ങൾ കൂടി ചോദിക്കുന്ന ഒരാളായിരിക്കണം. ചിലരുണ്ടൊന്നും മിണ്ടില്ലാത്ത, ചോദ്യങ്ങളൊന്നും ചോദിക്കില്ലാത്ത ആള്. അപ്പം ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഒരു പൊസിഷനിലേക്കാണ് അയാൾ വരേണ്ടതെങ്കിൽ അയാൾ ചോദ്യങ്ങളൊന്നും ഇന്റർവ്യൂവിൽ പോലും ചോദിക്കുന്നില്ലെങ്കിൽ ഈസ് നോട്ട് കേപ്പബിൾ എന്നുള്ളതാണ് നമ്മുടെ. കാര്യങ്ങളെ കുറിച്ച് ഗ്രാഹ്യമുള്ള ഒരാൾക്ക് മാത്രമേ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട നിയമത്തിന് ശേഷം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പം നമുക്കൊരു ഓൺ ബോർഡിങ് പ്ലാൻ വേണം. അതായത് ആദ്യത്തെ ഒരാഴ്ച അവൻ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത 2 ആഴ്ച എന്ത് ചെയ്യണം, അടുത്ത ഒരു മാസം കൊണ്ട് എന്ത് ചെയ്യണം, അടുത്ത 90 days എന്തൊക്കെ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് വേണം, അല്ലെങ്കിൽ ട്രെയിനിങ് വേണം. ആര് ട്രെയിൻ ചെയ്യും, ഏതൊക്കെയായിരിക്കും അവൻ്റെ ടീം മെമ്പേഴ്സ്, എന്തൊക്കെ ജോലിയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ആദ്യത്തെ 30 ദിവസം 60 ദിവസം 90 ദിവസങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായിട്ട് എഴുതിയിട്ട് അതിൻ്റെ സൂപ്പർവൈസറോ അല്ലെങ്കിൽ അവനെ മെൻറ്റർ ചെയ്യുന്ന ആളുടെ കൊടുക്കണം. ഈ കാര്യം എംപ്ലോയിയോടും പറയണം. എന്നിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ ആളെ എംപ്ലോയ് ചെയ്തു, നീ അക്കൗണ്ട്സ് ആണ്, നീ അത് ചെയ്തോന്ന് പറഞ്ഞാൽ അവനൊന്നും മനസ്സിലാവില്ല. നമ്മുടെ നമ്മുടെ ടീമിനോട് പറഞ്ഞു കൊടുക്കണം. വേണ്ടിയ അവന്റെ ഗ്യാപ്പ് എന്താണെന്ന് മനസ്സിലാക്കി. ഇപ്പൊ നമ്മൾ അത് നേരത്തെ പറഞ്ഞ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ആള്, അപ്പൊ അവന് കുറച്ച് പരിചയമുള്ളൂ. അപ്പൊ ബാക്കി പരിചയം കൊണ്ട് ആക്കി കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
അത് ഹയർ ചെയ്യുന്നതോടുകൂടി തീരുന്നില്ല, അത് കഴിഞ്ഞിട്ടുള്ള 90 ആ ദിവസം പ്രൊഡക്ടിവിറ്റി ഫുള്ള് കിട്ടണമെങ്കിൽ ബാക്കി കൂടെ നോക്കണം. നമ്മൾ ഇന്റർവ്യൂവിന്റെ സമയം നോക്കുന്നത് ഈ ജോലി ചെയ്യാൻ കേപ്പബിൾ ആണോ നോക്കുന്നത്. ആ ജോലി ചെയ്യാൻ നേരെ പിറ്റേ ദിവസം ജോലി ചെയ്യാൻ പറ്റുമെന്നല്ല ചെയ്യാനുള്ള ജോലിയും കൂടി കൃത്യമായി കൊടുക്കുക എന്ന് പറയുന്നത് കൊണ്ട് കൊടുക്കണം. അത് നിരീക്ഷിക്കുകയും വേണം. അതിന്റെ ഫീഡ്ബാക്ക്, അപ്പോൾ അവന്റെ കൊളീഗ്സിന്റെ നിന്നുള്ള ഫീഡ്ബാക്സ് നമ്മൾ എടുക്കണം. ആ വ്യക്തിയുടെ നിന്നുള്ള തന്നെ ഫീഡ്ബാക്സ് നമ്മൾ എടുക്കണം. അവൻ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നേരിടുന്നത്, അവൻ എന്തെങ്കിലും ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കണം. ഒരു തുറന്ന ആശയവിനിമയം വേണം. അത് അതിനു വേണ്ടിയുള്ള പ്രോത്സാഹനം കൊടുക്കണം. അപ്പം അവൻ നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ അംഗീകരിക്കണം. അപ്പോൾ ചിലപ്പം പ്രൊബേഷൻ പീരീഡ് ചിലപ്പോൾ 6 മാസമായിരിക്കാം. ചിലപ്പം ചിലരുടെ ആക്ടിവിറ്റി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും 6 മാസത്തിൻ്റെ ആവശ്യമില്ല, 3 മാസം കൊണ്ട് നമുക്ക് തീരും. അപ്പം 3 മാസം കൊണ്ട് തന്നെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയിരിക്കും അന്നേരം. അപ്പം ഇവിടെ ചേരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം അതായത് പുതിയ ജീവനക്കാരനെ അല്ലെങ്കിൽ എംപ്ലോയിയെ നിർദ്ദേശങ്ങളൊന്നും ഇല്ലാതെ തന്നെ വിടരുത്. നിർദ്ദേശങ്ങളും ആ ഒരു ടിപ്സ് എല്ലാം കൊടുത്തിട്ട് വേണം വിടാൻ. പരിശീലനത്തിന് മുമ്പ് തന്നെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കരുത്. അപ്പോൾ ഇന്ന് വന്ന ഒരാളെ നേരെ ഓക്കെ നീ ഈ റിസൾട്ട് എനിക്ക് കൊണ്ടുപോയി, ഈ റിപ്പോർട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അവിടെ പോയി കൊണ്ടുവരും. എങ്ങനെ കൊണ്ടുവരും? അല്ലെങ്കിൽ കമ്പനിയെക്കുറിച്ച് യാതൊരു പരിചയം കാണത്തില്ല. അപ്പോൾ ഒരു ഷിപ്പിംഗ് കമ്പനിയിലെ അക്കൗണ്ടൻ്റ് എന്ന് പറയുമ്പം ഷിപ്പിങ്ങിൻ്റെ നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഷിപ്പിങ്ങിൽ കുറേ ടെർമിനോളജീസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ടി വിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ടി വിയിലെ കുറേ കാര്യങ്ങളാണ്, അത് എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകണമെങ്കിൽ ആ ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരേ ഇൻഡസ്ട്രി തന്നെയാണെങ്കിലും നമ്മൾ ആ ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ പോലും ആ ഒരു തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു അക്കൗണ്ടന്റ്, ഒരു ഓഡിറ്റ് ഫാമിലി അക്കൗണ്ടന്റും അല്ലെങ്കിൽ ഒരു ഷിപ്പിംഗ് കമ്പനിയിലെ അക്കൗണ്ട് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം അവൻ ചെയ്യുന്ന ജോലി അക്കൗണ്ടിങ് ആണെങ്കിലും അത് ചെയ്യുന്ന രീതികൾ അല്ലെങ്കിൽ അതിന്റെ ടെർമിനോളജീസ് അല്ലെങ്കിൽ അതിന്റെ അക്കൗണ്ടിങ് മെത്തേഡ്സ്, പ്രിൻസിപ്പിൾസിലെല്ലാം വ്യത്യാസമുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ആ ഒരു പ്രൊഡക്റ്റിന്റെ നോളജ് അറിയണം. ഈ പ്രൊഡക്റ്റിന്റെ എവിടെ നിന്നൊക്കെയാണ് ഇൻകം വരുന്നത്, എന്തൊക്കെയാണ് എക്സ്പെൻസ് വരുന്നത്, അതിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ട്രെയിനിങ് കൊടുക്കണം. അതാണ് അർത്ഥമാക്കുന്നത്. അത് പരിശീലനത്തിന് മുമ്പ് വലിയ ഉത്തരവാദിത്തം കൊടുക്കരുത്. പിന്നെ പരിശീലന കാലത്ത് അവനെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മൾ കൺസിഡർ ചെയ്യണം. അവനെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്, എന്തൊക്കെയാണോ ആ പ്രശ്നം വന്നത്, അത് നമ്മൾ ഉദ്ദേശിച്ച ആളെ അല്ലയോ ഹയർ ചെയ്തേ എന്നുള്ള ഒരു തോട്ട് നമുക്ക് ഉണ്ടാവണം. അതിനെ ആ റെഡ് ഫ്ലാഗ്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. കാരണം കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇപ്പം എത്ര ഉയർന്ന കഴിവുള്ള ആളാണെങ്കിലും ചിലപ്പം ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്. ആ സപ്പോർട്ട് കൊടുക്കണം. പിന്നെ നല്ലൊരു ടീമിൽ ഉൾപ്പെടുത്തണം. ടീമിൽ ഉൾപ്പെടുത്താതെ വിടരുത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് മുമ്പ്, ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള മേജറായിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും ഇതിലും കൂടുതൽ കാര്യങ്ങളുണ്ട്. അത് HR മാനേജറാണ് ഇതൊക്കെ പൊതുവെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ജനറലായിട്ട് ഒരു ഓൺട്രപ്രനേഴ്സിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിൻ്റെ അറിവിലേക്കാണ് നമ്മളിത് പറയുന്നത്. ഇപ്പം ഇനി നമ്മൾ ഇതിൻ്റെ ഒരു സമ്മറി പറയുകയാണെങ്കിൽ, ഈ ജോലിക്ക് എടുക്കുന്ന അയാൾക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ചില ജോലികൾക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് ആവശ്യമുള്ളതുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാനസികവും ഫിസിക്കലായിട്ടുള്ള ആരോഗ്യം ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ചൊല്ലുണ്ട്, യു ക്യാൻ ടീച്ച് എംപ്ലോയി ടു സ്മൈൽ, ദേ ഹാവ് ടു സ്മൈൽ ബിഫോർ യു ഹയർ ദം. അപ്പം ചിരിക്കലാത്ത ഒരാളെ നമുക്ക് ചിരിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ചിരിക്കുന്ന ആളെയാണ് എടുക്കണമെങ്കിൽ ചിരിക്കുന്ന ആളെ എടുക്കാവുള്ളൂ. ചിരിപ്പിക്കാൻ പിന്നെ പഠിക്കുക. കാരണം ആറ്റിറ്റ്യൂഡ് നമുക്ക് മാറ്റാൻ പറ്റില്ല. ജോലി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമാണ്. ഓക്കെ, റൈറ്റ്. പിന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിച്ച് മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ അത് പലപ്പോഴും നമ്മുടെ ഒരു ടീം റിലേഷൻഷിപ്പിലെ കാര്യങ്ങളൊക്കെ, ടീം ബിൽഡിങ്ങിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെയും ഒരു നല്ല ശ്രദ്ധ ആവശ്യമുണ്ട്. പിന്നെ കോമൺ സെൻസ്. ഈ കോമൺ സെൻസ് ഈസ് നോട്ട് കോമൺ എന്നാണ് പറയുന്നത്. അപ്പോൾ കോമൺ സെൻസ് ഉള്ള ഒരാൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ എക്സാമ്പിൾ പറയാതെ പോകാൻ പറ്റത്തില്ല. പുള്ളി അക്കൗണ്ടിങ്ങിൽ വലിയൊരു ഡിഗ്രി ഉള്ള ഒരാളാണ്. അപ്പം അയാൾ മൊത്തം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എത്ര പൊക്കം ഉണ്ടെന്ന് ചോദിച്ചു, ഹൈറ്റ് എത്ര ഉണ്ടെന്ന്. അവന് 165 എന്ന് പറഞ്ഞു. 165 എന്താന്ന് ചോദിച്ചു. മീറ്റർ ആണെന്ന് പറഞ്ഞു. 160 മീറ്റർ ആണോ സെന്റിമീറ്റർ ആണോ? മീറ്റർ ആണെന്ന് പറഞ്ഞു. ഈസ് വെരി കൺഫേം. ഞാൻ ചോദിച്ചു, 1 കിലോമീറ്ററിൽ എത്ര മീറ്റർ ഉണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു 100 മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു.
ഓക്കെ. ഒരു പ്രായോഗിക ബുദ്ധിയുള്ള ആളാണോ, കോമൺ സെൻസ് ഉണ്ടോ എന്നുള്ള കാര്യം വളരെ വളരെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർവ്യൂ നടന്ന കാര്യമാണ് ഈ പറയുന്നത്. 2 മാസം മുമ്പ് നടന്ന കാര്യം. ഓക്കെ. ഇതുവരെ തമാശ കുറേ പറയാനുണ്ട്, സമയമില്ല. പിന്നെ അനുയോജ്യമായിട്ടുള്ള പഠനശേഷി അല്ലെങ്കിൽ പഠിക്കാനുള്ള ആഗ്രഹമുള്ള ഒരാളാണോ, ഈ പ്രശ്നപരിഹാരങ്ങളൊക്കെ സമയബന്ധിതമായിട്ട് ഫലപ്രദമായിട്ട് പരിഹാരം കാണുന്ന ആൾക്കാരാണോ എന്നുള്ളത് നോക്കണം, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഓൾറെഡി. പിന്നെ ജോലിയുടെ ധാർമ്മികത, അഴിമതി രാഹിത്യം അല്ലെങ്കിൽ സത്യസന്ധത, നിയമാനുസൃതമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം നമ്മുടെ സംസ്കാരം, നമ്മുടെ കമ്പനിയുടെ മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ വേണം നമുക്ക് എടുക്കാൻ. ഓരോ കമ്പനിക്ക് ഓരോ കമ്പനിയുടെ ഓരോ 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 മൂല്യമുണ്ട്, എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് ഉള്ള ആൾക്കാർ വേണം ആ കമ്പനിയിലേക്ക് വരാൻ. അപ്പോൾ ആ കമ്പനിയുടെ ഓണർക്ക് അറിയണം എന്താണ് എത്തിക്സ് എന്നുള്ളത്. അതൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ഓഡിറ്റേഴ്സിന് എടുക്കുന്ന അല്ലെങ്കിൽ അക്കൗണ്ടൻസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. ആദ്യം നോക്കുന്നത് ഈ മെൻ്റലി ഫിസിക്കലി ഫിറ്റ് ആണെന്ന് നോക്കും. പിന്നെ നോക്കുന്നത് ആറ്റിറ്റ്യൂഡ് നോക്കും. പിന്നെ നോക്കുന്നത് കോമൺ സെൻസ്. ഈ ഓർഡറിലാണ്. ആദ്യം മെൻ്റൽ ഫിസിക്കൽ ഹെൽത്ത്, പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, പിന്നെ കോമൺ സെൻസ്, പിന്നെ ആ ജോലിയിലുള്ള പരിചയം, എഫിഷ്യൻസി. പിന്നെ ഏറ്റവും അവസാനമാണ് നമ്മൾ നോക്കുന്നത് ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളൊരു. അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ആദ്യം നോക്കിയിട്ടല്ല നമ്മൾ ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല എംപ്ലോയീസിനെ കിട്ടും. അവരുമായിട്ട് നമുക്ക് ലോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. മാത്രമല്ല എംപ്ലോയീസാണ് നമ്മുടെ ഏതൊരു കമ്പനിയുടെയും ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന എംപ്ലോയീസ് തന്നെയാണ്. കുറേ കാശ് കൊണ്ട് കിട്ടുന്ന നടത്തേണ്ട ഒരു കമ്പനി ഉണ്ടാവില്ല. അപ്പം കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? മാൻ, മെറ്റീരിയൽ, മണിയാണ്. അതിൽ മണി ബാങ്കിൽ നിന്ന് കിട്ടും, മെറ്റീരിയലും കിട്ടും, നമുക്ക് കടത്തിന് കിട്ടും. പക്ഷേ എംപ്ലോയീസിനെ നമുക്ക് അങ്ങനെ കിട്ടില്ല. അവരുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേക താല്പര്യം കാണിക്കണം, അല്ലെങ്കിൽ പ്രത്യേക ഇമ്പോർട്ടൻസ് കാണിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ലോങ് ടൈം ആയിട്ട് നമ്മുടെ കമ്പനി പ്രോഫിറ്റബിളായിട്ട് അല്ലെങ്കിൽ സസ്റ്റൈനബിളായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു എംപ്ലോയിനെ എങ്ങനെയാണ് ഹയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ പ്രോസസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ സാറ് നമുക്ക് പറഞ്ഞു തന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ സാറ് ബോധപൂർവം അല്ലെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു ഇത് ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന എംപ്ലോയീസിനും വളരെയധികം ഗുണപ്രദമാണ് ഈ ഒരു സെഷൻ. കാര്യം അവർക്കും അവരെ ഏതൊക്കെ തരത്തിലാണ് അവരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു അരമണിക്കൂറാണ് കഴിഞ്ഞു പോയത്. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. എക്സ്പേർട്ട് അഡ്വൈസിൻ്റെ ഈ എപ്പിസോഡ് അങ്ങനെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ വളരെ ഫലപ്രദമായ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ.